ഹലോ, ഇന്ന് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബോയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ടൈപ്പിലുള്ള ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫോം ഷീറ്റ് അല്ല, ലെതർ ഷീറ്റും അല്ല. ഫോം ഷീറ്റിനെക്കാട്ടിലും ക്വാളിറ്റി ഉണ്ട്, എന്നാൽ ലെതർ ഷീറ്റിൻ്റെ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു തരത്തിലുള്ള ഗ്ലിറ്റർ ഷീറ്റാണിത്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നമ്മൾ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു തുണിയുടെ കവർ ഉണ്ടല്ലോ, ആ ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത്. ലെതർ ഷീറ്റിനെക്കാളും റേറ്റും കുറവാണ്. ഇതിന് 30 രൂപ 40 രൂപയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. ഇതിനെ നമ്മൾ ചീത്തവശം മുകളിലേക്കാക്കി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ഷേപ്പിലൊരു സ്റ്റെൻസിൽ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കട്ടിയുള്ള പേപ്പറിൽ നമ്മൾ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നമ്മളൊരു പെൻസിലോ പേനയോ വെച്ചിട്ട് ആ ഒരു സ്റ്റെൻസിലിൻ്റെ അതേ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി 1 ഇഞ്ച് വീതിയിലുള്ള ഗ്രോസ് ഗ്രെയിൻ റിബണാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ലൈറ്റ് പിങ്കിൽ വൈറ്റ് ഡോട്ട് വരുന്ന പ്രിൻ്റാണിത്. ഇതിന് പകരം നമുക്ക് സാറ്റൻ റിബണോ അതല്ലെങ്കിൽ ഓർഗാൻസ റിബണോ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരേ വലിപ്പത്തിലുള്ള 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സൂചി എടുത്തിട്ടുണ്ട്, അതിലൂടെ നൂല് കോർത്തിട്ട് അതിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു റിബണ് വെച്ചിട്ട് നമ്മൾ സാധാരണ ബോ ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ പകുതിയാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മടക്കിയ ഭാഗത്ത് ഇതുപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 വശത്തു നിന്നും ഇതുപോലെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് മടക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ എടുത്തിട്ട് അതിൻ്റെ നല്ല വശം, അതായത് ആ മടക്കില്ലാത്ത വശം മുകളിലേക്കാക്കി പിടിച്ചിട്ട് അതിനെ ആദ്യം ഇതുപോലെ ഒന്ന് പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 വശത്തു നിന്നും ഇതുപോലെ താഴേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. റിബൺ ഞാൻ 20 സെൻറ്റിമീറ്റർ നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ലെതർ ഷീറ്റിൽ നിന്നും ബോ കട്ട് ചെയ്തെടുക്കുന്ന അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടി വരും. നമ്മൾ ഈ ഒരു രീതിയിലാണ് മടക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ സൂചി വെച്ചിട്ട് ബോയുടെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ സൂചിയിൽ ഇത് കോർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നൂല് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഈ ഒരു ബോയുടെ സെൻറ്റർ ഭാഗത്ത് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബോയിൽ നിന്നും സൂചി കട്ട് ചെയ്തെടുക്കുന്നില്ല, അത് അവിടെ ഇങ്ങനെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത റിബൺ വെച്ചിട്ടും ഇതേ വലുപ്പത്തിൽ തന്നെ ഒരു ബോ കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഹെയർ ബാൻഡ് മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒരുപാട് മേക്കിംഗ് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഇനി നമ്മൾ നേരത്തെ ബോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സൂചിയിലൂടെ തന്നെ രണ്ടാമത്തെ ബോയും കോർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടിനെയും ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടും കൂടെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തിലൂടെ നമ്മൾ ആ ഒരു നൂല് വെച്ചിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു സൂചി വെച്ചിട്ട് വീണ്ടും ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡിലോ അതല്ലെങ്കിൽ താഴ്ഭാഗത്തോ ആയിട്ട് നമുക്ക് ഈ ഒരു സൂചി വെച്ചിട്ട് നൂലിനെ ഒന്ന് ലോക്കിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഒരു ബോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെറുതൊരെണ്ണം കൂടെ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 13 സെൻറ്റിമീറ്റർ നീളത്തിലാണ് റിബൺ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെയും സെൻറ്റർ ഭാഗം കണ്ടെത്തുന്നതിന് വേണ്ടി ഇതുപോലെ പകുതിയാക്കി മടക്കിയിട്ട് സെൻറ്ററിൽ പ്രസ് ചെയ്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഭാഗത്താണ് സെൻറ്റർ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ നമ്മളൊരു വി തിരിച്ചിട്ട പോലെ ഈ ഒരു ഷേപ്പിൽ മടക്കിയെടുക്കുന്നുണ്ട്. അതായത് ഒക്കെ ഇടുന്ന പോലെ ഈ ഒരു രീതിയിലാണ് മടക്കിയെടുത്തിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു റിബണിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടെത്തിയതും അതുപോലെ റിബണിൻ്റെ നമ്മൾ മടക്കിയിട്ടുള്ള ആ ഒരു അറ്റവും ഇതുപോലെ ഒരേ നേരെ വരാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ താഴേക്കായിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതേ രീതിയിൽ നമ്മൾ അടുത്ത ഭാഗം കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു വി തിരിച്ചിട്ട ഷേപ്പിലൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനെ താഴ്ഭാഗത്തേക്ക് ഇതുപോലെ അങ്ങ് മടക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു ബോ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ നല്ല വശം മുകളിലേക്ക് ആക്കി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ പകുതിയാക്കിയിട്ട് മടക്കുന്നുണ്ട്. എന്നിട്ട് 2 ഭാഗത്തിനും ഇതുപോലെ താഴേക്ക് കുറച്ചൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലുള്ള ബോയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ സെൻറ്റർ ഭാഗത്തിലൂടെ ഇതുപോലെ സൂചി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ നൂല് വെച്ചിട്ട് 2-3 പ്രാവശ്യം ടൈറ്റാക്കിയിട്ട് തന്നെ ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബോയുടെ സൈഡിലോ അതല്ലെങ്കിൽ താഴ്ഭാഗത്തോ ആയിട്ട് നമുക്ക് നൂലിനെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു ഷേപ്പിലുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ചെറിയ ബോ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലിറ്റർ ഷീറ്റിൽ നിന്നും ഇതുപോലെയുള്ള ചെറിയൊരു പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒട്ടിക്കാനായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിൽ വലിയ ബോയ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലിറ്റർ ഷീറ്റിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബോയുടെ ഷേപ്പ് ഇതുപോലെ അതിന് മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു ചെറിയ ബോ നമ്മൾ ഇതിന് മുകളിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഗ്ലിറ്റർ ഷീറ്റിൻ്റെ പീസ് നമുക്ക് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബോ വെച്ചിട്ട് നമുക്ക് പല രീതിയിലും ഡിസൈൻ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഇതുപോലുള്ളൊരു അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ഒട്ടിച്ചിട്ട് ആ ഒരു ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ഭാഗം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒട്ടിച്ചാൽ അലിഗേറ്റർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കായിട്ട് ഇതുപോലെ നൈലോൺ ബാൻഡിൽ ഒട്ടിച്ചാലും നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒട്ടിച്ചിട്ട് ആ ബാക്കിയുള്ള ഭാഗം നൈലോൺ ബാൻഡിന് പുറത്തിലൂടെ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പം നല്ല രീതിയിൽ തന്നെ ഒട്ടി നിന്നോളും. ചെറിയ കുട്ടികൾക്കൊക്കെ നൈലോൺ ബാൻഡാണ് കൂടുതൽ കംഫർട്ടായിട്ടുള്ളത്. ഇനി നമുക്കിതുപോലുള്ള ഹെയർ ടൈയിൽ വേണമെങ്കിലും ഈ ഒരു ബോ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഒട്ടിച്ചിട്ട് ആ ഒരു ഭാഗം ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല ഭംഗിയിൽ ഹെയർ ടൈ ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഗോൾഡൻ കളറോ അതല്ലെങ്കിൽ സിൽവറോ ബ്ലാക്കോ പിങ്ക് കളറോ ഹെയർ ബാൻഡുകളിലും എല്ലാം ഈ ഒരു ബോ ഒട്ടിച്ചെടുത്താൽ നല്ല ഭംഗിയിലുള്ള ഹെയർ ബാൻഡായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബോ വെച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള ഹെയർ അക്സസറീസും ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റിന് പകരം നമുക്ക് ഫോം ഷീറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.